ഫാറ്റി ലിവർ ഉള്ള ആളുകള് ഫാറ്റി ലിവറിനെ ഹെൽത്തി ആയിട്ട് റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഡയറ്റിൽ ഡെയിലി ഉണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഒന്നാമതായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അതായത് നമ്മളെ മുരിങ്ങ, ചീര, അതുപോലെ തന്നെ കറിവേപ്പില പോലത്തെ ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ. ഈ ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികളിൽ ധാരാളമായിട്ട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫൈബർ, അതായത് നാരുകളുടെ കണ്ടന്റും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ആന്റി ഓക്സിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നമ്മളെ ബോഡിയിൽ അടിഞ്ഞു കൂടുന്ന ടോക്സിൻസിനെ, അനാവശ്യമായിട്ടുള്ള ടോക്സിൻസിനെയും കൊഴുപ്പിനെയും ഒക്കെ പുറത്ത് കളയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫൈബർ കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഇത് ഡൈജഷൻ അല്ലെങ്കിൽ ദഹനം ഈസി ആക്കാനും, അതുപോലെ നമ്മളെ ബോഡി വെയിറ്റ് ഒരു ഹെൽത്തി ബോഡി വെയിറ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഇത്തരം പച്ചക്കറികൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇലവർഗത്തിൽപ്പെട്ട പച്ചക്കറികൾ ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ സൂപ്പായിട്ടോ അല്ലെങ്കിൽ കറി വെച്ചിട്ടോ തോരൻ വെച്ചിട്ടോ എങ്ങനെയാണോ നമുക്കത് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസിലി പറ്റുന്ന ഒരു ഫോം, ആ രൂപത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. രണ്ടാമതായിട്ട് ഗുഡ് ഫാറ്റ് അല്ലെങ്കിൽ നല്ല കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം. നല്ല കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് omega-3 ഫാറ്റി ആസിഡ് തന്നെയാണ്. അപ്പോൾ omega-3 ഫാറ്റി ആസിഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ് പോലത്തെ സീഡുകളിലുണ്ട്. അതുപോലെ ഈ മത്തി, അയില പോലത്തെ നെയ്യുള്ള മീനുകളിലുണ്ട്. അതുപോലെ തന്നെ ഈ കാഷ്യൂസ്, ആൽമണ്ട് പോലത്തെ നട്ട്സുകളിലുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഈ ഫുഡ് ഐറ്റംസ് നമ്മൾ ഡയറ്റിൽ നമുക്ക് ഈസിലി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഫോം എങ്ങനെയാണോ, ഇപ്പോൾ ചിയാ സീഡൊക്കെ ആണെങ്കിൽ നമുക്ക് സ്മൂത്തികൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫിഷ് കറി വെച്ച് കഴിക്കാം. അങ്ങനെ നമുക്ക് ഏതാണോ നമുക്ക് ഈസിലി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം, ആ ഫോമിൽ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കാം. ഇവിടെ ഗുഡ് കൊഴുപ്പ് അല്ലെങ്കിൽ നല്ല ഫാറ്റ് നമുക്ക് ധാരാളമായിട്ട് ഈ ഫാറ്റ് ലിവർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. കാരണം ഗുഡ് കൊഴുപ്പുള്ളപ്പോൾ അത് ട്രൈഗ്ലിസറിഡിന്റെ അളവ് കൂടാതെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മളെ ഫാറ്റ് ഈ ലിവർ സെൽസിന്റെ റിപ്പയറിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ ഈ കൊഴുപ്പ് ലിവറിൽ അടിഞ്ഞു കൂടാതെ ഇതും സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഗുഡ് കൊഴുപ്പ് അടങ്ങിയ ഗുഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ മൂന്നാമതായിട്ട് വൈറ്റമിൻ സി. വൈറ്റമിൻ സിയുടെ ഒരു ഗുണം എന്താ പറയുക, നമ്മളെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ലിവർ സെൽസിന്റെ റിപ്പയറിന് വേണ്ടിയുള്ള എൻസൈംസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനൊക്കെ വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ റിവേഴ്സൽ ജേണിയിൽ വൈറ്റമിൻ സിക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണം പറയുന്നത് നമ്മളെ നെല്ലിക്ക, അതുപോലെ തന്നെ ചെറുനാരങ്ങ, അതുപോലെ ഓറഞ്ച് പോലത്തെ സിട്രസ് ഫ്രൂട്ടുകളിലൊക്കെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് നമ്മൾ ഡെയിലി ഡയറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫോമിൽ ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ അത് ആ ഫ്രൂട്ട് അങ്ങനെ തന്നെയോ എങ്ങനെയാണോ നമുക്ക് ഈസിലി കഴിക്കാൻ പറ്റുക ആ രൂപത്തിൽ നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഡെയിലി കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കുക.